ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്ന കാര്യം വന്നതായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷനെ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ചിലർക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ചിലർക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും ഈ ഒരു പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് ആ ഒരു പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഈ ഒരു പ്രൊഫഷണൽ മോഡ് കാണിക്കാത്ത ഓപ്ഷൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തിരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ജസ്റ്റ് എനേബിൾ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പറയുന്ന 1-2 കാര്യങ്ങൾ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയിടുക. അതിനുശേഷം മാത്രം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ലോക്ക് ആക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് അല്ല, പ്രൈവറ്റോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒള്ളിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അക്കൗണ്ട് പബ്ലിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ലോക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്നും ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്ന ശേഷം നിങ്ങൾ ഇവിടെ നിന്നും ഈ ഒരു പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെ എടുക്കുക. അതിനുശേഷം ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് അവിടെ നിന്നും ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. ഈ കാണുന്ന 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കാണുന്ന റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ റിപ്പോർട്ട് എ പ്രോബ്ലം ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻക്ലൂഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. ഇവിടെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ടാബിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് എ ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആദ്യം എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ടും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്ലോഡ് കൊടുത്ത ശേഷം ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കൊടുത്തതുപോലെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ നെയിം എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പേരെന്താണോ അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. താഴെയായിട്ട് പ്രൊഫൈൽ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രൊഫൈലിൻ്റെ ലിങ്ക് നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലായിട്ട് ഒരു സെൻഡ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രൊഫഷണൽ മോഡ് കിട്ടാത്ത ആ ഒരു പ്രോബ്ലം ഫേസ്ബുക്ക് ടീമിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഒരു 24 hours വെയിറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വീഡിയോസ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് തരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.